ഇന്ന് വീട്ടിൽ ഈവനിങ് ഒരു ബാർബിക്യൂ പാർട്ടിയാണ്. അമ്മ വന്നത് പ്രമാണിച്ച് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് അടിപൊളി വെതർ എൻജോയ് ചെയ്യാനുള്ള ഒരു പരിപാടി. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഞാനും ദിബിനും പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് സ്വന്തം ചെക്ക് ചെയ്തപ്പോൾ പണ്ട് പാകമില്ലാത്ത ഉടുപ്പിലൊക്കെ കയറി തുടങ്ങി. അപ്പം അതിൻ്റെ സന്തോഷവും പ്രാർത്ഥനയൊക്കെയാണിത്. കൈൻഡ്ലി ഇഗ്നോർ. വെൽക്കം ടു ടിയാമോ വ്ലോഗ് ഗൈസ്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സൂപ്പർ സുഖമായിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഡബിൾ ഹാപ്പിയും കൂടിയാണ് നമ്മൾ, കാരണം വീട്ടിൽ അമ്മ ഉണ്ടല്ലോ. ശരിക്കും പാരൻസ് നമ്മുടെ കൂടെ ഉള്ളത് എന്തൊരു ബ്ലെസ്സിങ് അല്ലേ. നമ്മൾ പോലും അറിയാത്തൊരു മെന്റൽ പീസാണ് നമ്മുടെ കൂടെ നമ്മുടെ പാരൻസ് ഉള്ളപ്പോൾ. അതിന് വാക്കുകളിൽ പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ബട്ട് ഐ നോ യു ഗെറ്റ് ഇറ്റ്. നമ്മൾ ആംസ്റ്റർഡാമിലുള്ള ഒരു ടർക്കിഷ് ഷോപ്പിൽ വന്നതാണ് കേട്ടോ. ഈ കട ചൂസ് ചെയ്യാനുള്ള കാരണം ഇവിടെ ബാർബിക്യൂവിൻ്റെ എല്ലാ ഐറ്റംസും വൺ റൂഫിൽ കിട്ടും. അണ്ടർ വൺ റൂഫ് എന്ന് പറയില്ലേ. മീറ്റ്, ബ്രെഡ് ഐറ്റംസ്, പിന്നെ ബാർബിക്യൂ മസാലാസ്, ബാർബിക്യൂ ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം കിട്ടും. ഈ കാണുന്ന നട്ട്സ് ഒക്കെ ഞാൻ വാങ്ങണത് എനിക്ക് സ്വന്തമായിട്ട് വീട്ടിൻ്റെ ആവശ്യത്തിനാണ് കേട്ടോ, ബാർബിക്യൂവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ കുറച്ച് കാലമായിട്ട് ഹെൽത്തി ഈറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നട്ട്സ് ഈസ് പാർട്ട് ഓഫ് ദ ഡയറ്റ് പ്ലാൻ. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടും ഞാൻ ഭയങ്കരമായി ഫുഡ് കഴിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇപ്പം കഴിക്കുന്ന സാധനങ്ങൾ കുറച്ചും കൂടി നോക്കി കഴിക്കുന്നു, അളവിൽ കഴിക്കുന്നു. സത്യം പറഞ്ഞാൽ പണ്ട് കഴിക്കണേക്കാൾ അധികമാണ് ഇപ്പം ഞാൻ ഫുഡ് കഴിക്കണമെന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ. വെയിറ്റ് ലോസ് ശരിക്കും പറഞ്ഞാൽ റോക്കറ്റ് സയൻസ് ഒന്നല്ല, ഇറ്റ്സ് ഓൾ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. നമ്മൾ ശരിക്കും ഇനഫ് എമൗണ്ടിൽ പ്രോട്ടീൻ ഫോക്കസ് ചെയ്ത് കഴിച്ച് നമ്മുടെ മാക്രോസ്, കാർബ്സ് ആയാലും ഫാറ്റ്സ് ആയാലും ഒന്ന് നോട്ട് ചെയ്ത് കഴിച്ചാൽ മതി, നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ വണ്ടിയിൽ നിന്നൊരു ടിക്ടക്ക് വെച്ചാൽ ദിബി ബോയ് വിചാരിച്ചു വണ്ടി പഞ്ചറായത്. പക്ഷെ ഭാഗ്യം കൊണ്ട് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു റാപ്പർ ടയറിലൊട്ടിരിക്കുകയായിരുന്നു. ശിവ് ഇപ്പോൾ ഒരു ബേബി അങ്കൈലോസോറസ് ആണ്. അങ്കൈലോസോറസിന് അച്ഛനോട് എടുക്കാൻ പറയുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. ഞാനും അമ്മി വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ സോർട്ട് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. അത്യാവശ്യം ബാർബിക്യൂവിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഞാൻ കഴിച്ചോക്കട്ടെ കഴിച്ചോക്കട്ടെ. അമ്മ നല്ല അടിപൊളി കൊറിയാണ്ടർ ചട്നി ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഭയങ്കര പോപ്പുലർ ചട്നിയാണ് നമ്മുടെ. ചെറുപ്പം മുതലേ ഞാൻ കഴിക്കുന്ന ചട്നിയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് വിത്ത് തന്തൂരി ചിക്കൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്തൂരി ചിക്കൻ മാരിനേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ ശരിക്കും നോർമൽ നോർത്ത് ഇന്ത്യൻ തന്തൂരി മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാരിനേറ്റ് ശരിക്കും തലേന്ന് ചെയ്ത് വെക്കേണ്ടതാണ്, പക്ഷെ നമുക്ക് നല്ല ഒട്ടും സമയമില്ലായിരുന്നു. നമ്മൾ 2 കടകളിൽ പോയി നോക്കിയപ്പോഴും ചിക്കൻ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ പോയി ഷോപ്പ് ചെയ്തിട്ട് ഫ്രഷ് മാരിനേറ്റ് ആണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് പറഞ്ഞ ചിക്കൻ തന്തൂരിക്ക് 2 hours മാരിനേഷനൊക്കെ ഇനഫാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടുത്ത് നമുക്ക് കബാബ് ഉണ്ടാക്കാം കേട്ടോ. ഇത് എൻ്റെ റെസിപ്പി അല്ല, ഇത് അൻഷിഫ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും മിൻസ്ഡ് മീറ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നത് ലോട്ട്സ് ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇഷ്ടമുള്ള മസാലപ്പൊടികൾ കേട്ടോ. ദർ ഇസ് നോ ചോയ്സ്, ബി ക്രിയേറ്റീവ്. അതിന് ശേഷം മിക്സ് ചെയ്തെടുത്ത് വെക്കുക. എന്നിട്ട് സമയമാകുമ്പോൾ കബാബ് സ്റ്റിക്സ് ആക്കുക. അമ്മയും ശിവും മാച്ചിങ് ആണല്ലോ. രണ്ടുപേരും നേരത്തെ റെഡിയായി. ഗുഡ് ബാച്ച് ആണോ? എന്നിട്ട് അവൻ മാച്ച് ചെയ്തതാ? അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാച്ചായി പോയാണോ? അച്ചോടി. അങ്ങനെ ശിവു അമ്മമ്മയും മാച്ചിങ് ഉടുപ്പാണ് കേട്ടോ. ഇനി ഞാനും അമ്മയും ചെയ്യണത് അമ്മ ഉണ്ടാക്കിയ ചട്നീസും പിന്നെ നമ്മൾ വാങ്ങിച്ച സോസസ് എല്ലാം കൂടിയിട്ട് പ്ലേറ്റ് ചെയ്യണം കേട്ടോ. ഭംഗിയിലൊരു സാധനം പ്ലേറ്റ് ചെയ്യുമ്പോൾ, എടുക്കുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ പ്ലേറ്റ് ചെയ്ത സോസസ് കൊറിയാണ്ടർ ചട്നി, സാമ്പിൾ സോസ്, ഗാർലിക് സോസ്, പിന്നെ സിറാച്ച മേയോ, 4 തരം ബാർബിക്യൂ സോസസും സെറ്റാണ്, റെഡിയാണ്. ഇതൊരു പോട്ട്ലക്ക് ബാർബിക്യൂ ആയതുകൊണ്ട് നമ്മൾ മാത്രമല്ല കേട്ടോ ഐറ്റംസ് ഉണ്ടാക്കണേ. വേറെ കുറേ പേര് പലതരം മീറ്റ് ഐറ്റംസും ബാർബിക്യൂ ഐറ്റംസും ഉണ്ടാക്കിയും കൊണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബാർബിക്യൂ പാർട്ടി ഈസ് ഫൺ. കിച്ചണിൽ അധികം നേരം കടന്ന് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ദിവി ബോയ് ഈസ് ബിസി വിത്ത് ക്ലീനിങ്. നമ്മുടെ കുക്കിങ്ങും കഴിഞ്ഞ സ്ഥിതിക്ക് അമ്മ കിച്ചൺ ക്ലീനിങ്ങിൽ ബിസിയാണ് കേട്ടോ. മീൻ വയൽ ഞാൻ ടേബിൾ എസ്തെറ്റിക്സ് ഒക്കെ സെറ്റ് ചെയ്യായിരുന്നു. ഞാനായാലും അമ്മയായാലും ദിബനായാലും ഞങ്ങൾക്ക് 3 പേർക്കും ക്ലീനിങ് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് വീട് പൊതുവേ മോസ്റ്റ് ഓഫ് ദ ടൈം ക്ലീൻ ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് വെച്ചാൽ വീട് സെറ്റ്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് പിന്നെ വീട് ക്ലീനിങ്ങിൽ എനിക്ക് തോന്നാറുള്ളത് ക്ലോത്ത് ഫോൾഡിങ് ആണ് കേട്ടോ. മൈ ഗോഡ്, അതിന് വല്ല മെഷീൻ ഇൻവെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം അത് വാങ്ങും. അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സേവറീസും സ്വീറ്റ്സും സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. ജോലിക്ക്
ശരിക്കൊരു ബേക്കറി കട പോലെ ഉണ്ടമ്മ. ദൈവം എന്തോരം മധുരം കഴിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം 5 മണിയായി സമയം. അമ്മി, ദിവനും ശിവും എല്ലാവരും റെഡി ആയിരിക്കുന്നു. ഞാൻ മാത്രമാണ് റെഡി ആവാത്തത്. അപ്പോൾ ഞാൻ മുകളിൽ വന്ന് പെട്ടെന്ന് റെഡി ആയിട്ടോ. വലിയ പരിഷ്കാരമൊന്നുമില്ല, നോർമൽ കുർത്തെടുത്തിട്ടു. താഴെ എനിക്ക് അഞ്ചിപ്പടി ചെറിയൊരു ഒച്ച കേൾക്കണ്ട. അപ്പം നമുക്ക് താഴെ ഒന്ന് പോയി നോക്കിയാലോ. ശിവന് മധുരം എന്ന് വെച്ചാൽ ചോക്ലേറ്റ്സ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അവന് പിന്നെ ഇഷ്ടം ക്യാൻഡീസ് ആണ്. അതുകൂടിയും ഒരു പ്രത്യേകതര പുളിയുള്ള ഏതൊരു ക്യാൻഡീൻ്റെ അതാണ് ഇഷ്ടം. പുളി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫ്ലേവറാണ്. പണ്ട് പ്രഗ്നൻസിയുടെ മുന്നേ ഇഷ്ടമായിരുന്നു. ആഫ്റ്റർ പ്രഗ്നൻസി പുളി എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു ഫ്ലേവറാണ് കേട്ടോ. അൻഷിഫ, ഷെരീർ, ബിൻചാട്ടൻ, സുമി ചേച്ചി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി കുറേ പേര് വരാണ്ട് അവർ ബെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. മീൻ വൈൽ നമ്മൾ സേവറീസും സ്നാക്സ് ഒക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു. നമ്മുടെ കോഴിയുടെ സമൂസ ഷേപ്പിലായിരുന്നു. അതുകൊണ്ട് ഒരു ഡൗട്ട്, ഇത് സമൂസയാണോ കോഴിയുടെ ആണോ എന്ന്. ശരിക്കും ഇത് പട്ടാമ്പിയിൽ അത്ര പോപ്പുലർ ആണെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി കോഴിക്കോട് സൈഡത്തെ ഒരു സ്നാക്ക് അല്ലേ ഇത്. പ്രദുവിന്റെ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം റെഡ് ഇസ് മൈ ഫേവറേറ്റ് കളർ. കുറച്ച് ദിവസം എല്ലാ വീക്കെൻഡും നമുക്കൊരു ചീറ്റ് ഡേ പരിപാടി ഉണ്ടായിരുന്നു. അതായത് വീക്ക് ഡേയ്സ് മുഴുവൻ ഡയറ്റ് പിടിച്ചിട്ട് വീക്കെൻഡ് ചീറ്റ് അങ്ങോട്ട് ആഘോഷിക്കുക കേട്ടോ. ചീറ്റ് ഡേയ്സ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു പോപ്പുലർ സംഭവമായിരുന്നു ചായ, അദ്രക് വാലി ചായ്. അതാണ് ശരീർ പറയുന്നത് നേരത്തെ. ഈ ചായയുടെ അഡിക്റ്റായി മാറിയിരിക്കുന്നു ഞാൻ. ദിബി ബോയ്സ് ചായ ഇസ് റിയലി ഗുഡ്. ഇപ്പം നെതർലാൻഡ്സിൽ നോക്കുകയാണെങ്കിൽ ഒരുമിക്ക എല്ലാ ഫ്രണ്ട്സിൻ്റെയും വീട്ടിൽ അവർ പാരൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വീക്കെൻഡ്സ് എപ്പോഴും പാരൻസിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചീറ്റ് ഡേ തൽക്കാലം പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്കത് റിസീവ് ചെയ്യണം. ചായയും സ്നാക്സും കഴിച്ച് എല്ലാവരും സെറ്റായ സ്ഥിതിക്ക് നമുക്ക് ബാർബിക്യൂ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഇത് ശരീരം അൻഷിഫ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഗാർലിക് പ്രോൺസ് ആയിരുന്നു. ഇനി ഞങ്ങൾ കബാബ് റോൾ ചെയ്യാൻ കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ച കീമ സ്റ്റിക്സിൽ ഇങ്ങനെ റാപ്പ് ചെയ്യാം. ഞങ്ങള് ഒരേ ഡിപ്ലോമയാണ്. മാസ്റ്റർ ഷെഫ് അല്ല, ഹോട്ടൽ മാനേജ്മെന്റ് മൂന്നാറിൽ പഠിച്ചാ. ഫേമസ് ആയത് മൂന്നാറിൽ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റിലെ ഷെഫ്സ് ആണ്. ഇനി നമുക്ക് കുറേ ഗസ്റ്റ് വരാനുണ്ട്. ഇന്ന് യു ബേബി വരുന്നുണ്ട് ഇവിടെ. അവൻ്റെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. അതുകൊണ്ട് വി ആർ ഓൾ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ് ഫോർ നമ്മുടെ ചെക്കൻ പയ്യൻസിന്റെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. ബാർബിക്യൂ ഈവനിംഗ്. ഫസ്റ്റ് ടൈം യുവി ബോയ്. ഫസ്റ്റ് ടൈം ഇവിടെ ആദ്യമായി വീട് വിട്ട് പുറത്തിറങ്ങി. വീട് വിട്ട് നല്ല ഭംഗിയുണ്ട് ആന്റി. നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ മാംസി. അനീക്ക എന്ന് വിളിക്കും ശിവ്. എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ കടന്നു വരുമെന്ന് പറയില്ലേ. ആൻഡ് ദെൻ ദേ ജസ്റ്റ് സ്റ്റേ ഫോർ എവർ, ലൈക്ക് യു ഹവ് നോൺ ദെം ഫോർ എവർ. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ മാംസിൻ്റെയും. 2012 ഓണത്തിന് നെതർലാൻഡ്സ് ആംസ്റ്റർഡാം ഓണത്തിന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. മാംസ് ഈസ് എൻ അമേസിങ് ഹ്യൂമൻ. ഫ്രണ്ട്ഷിപ്പിൻ്റെ റിയൽ ഡെഫിനേഷൻ ഞാൻ മനസ്സിലാക്കിയത് മാംസിൻ്റെ നിന്നാണ്. ഹീസ് അമേസിങ് ആൻഡ് ഐ എം ലക്കി ടു ഹാവ് ഹിം ഇൻ മൈ ലൈഫ്. അമ്മു ചേച്ചി, ദീപ ചേച്ചി, ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു നിങ്ങളൊക്കെ ഭയങ്കര ഫേക്കാണ്, NL ഫാമിലി മൊത്തം ഫേക്കാണ്. അത് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. എങ്ങനെയാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആവണം? ഞങ്ങളെന്താ സിനിമയിലത്തെ ആക്ടേഴ്സ് ആണോ? വി ആർ റിയൽ പീപ്പിൾ ആൻഡ് ദിസ് ഇസ് അവർ ലൈഫ്. ഫ്രണ്ട്ഷിപ്സ് ആർ ഫോർ റിയൽ ആൻഡ് ഐ ഹാവ് ഹ്യൂജ് ഫെയ്ത്ത് ഇൻ ഫ്രണ്ട്ഷിപ്പ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാർബിക്യൂലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഇനി ഫിഷ് ബാർബിക്യൂ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് പച്ചമ ഉണ്ടാക്കിയതാണ്. അനികയുടെ മദർ ഇൻ ലോ. ഇപ്പൊ തന്നെ എരിവാണല്ലോ. വായന്റെ പൊതിഞ്ഞാൽ എന്നെ ഒരു 90 വാങ്ങി. ഞാൻ മറന്നു. ഓ സെറ്റ് തുറക്കൂ. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പോകണുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അതുകൊണ്ട് എനിക്കത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. അടിപൊളി പെപ്പർ ഫിഷ് ആയിരുന്നു. നല്ല ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല സ്പൈസി ആയിട്ട്. പച്ചമ ഇസ് എൻ അമേസിങ് കുക്ക്. അപ്പോൾ നോ വണ്ടർ ദ ഫിഷ് ടേൺഡ് ഔട്ട് സോ ഗുഡ്.
കുറേ ബാർബിക്യൂ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബാർബിക്യൂ ചെയ്യുന്നു, കൊണ്ടിരുന്നു, കഴിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൂടി എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ അൻഷി ഉണ്ടാക്കിയ ഹറിയാലി ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. This is Anchi Girls Haryali chicken. ഹരിയാലി ചേച്ചി, ഹരിയാലി ചേച്ചി കഴിച്ചേ, കഴിച്ചേ, കഴിച്ചേ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടൻ. നന്നായിട്ടുണ്ടല്ലേ, നല്ല മസാല. നമ്മുടെ ബാർബിക്യൂ പാർട്ടി ഏകദേശം റാപ്പ് ആവാനായിട്ടോ. ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ പാർട്ടി വെക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻ്റ്ലി ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പല സീൻസ് ഇതിലില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഉപ്പാവ, അനീക്കയുടെ, അതായത് മാംസിയുടെ ഫാദർ ഇൻ ലോ, പച്ചുമ്മയുടെ ഹസ്ബൻഡ്. എല്ലാവരും കൂടി ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ഈ പാർട്ടീസ് എൻഡ് ആവണ ഒരു മൊമെൻറ്റില്ലേ, അത് സാറ്റിസ്ഫൈങ് ആണോ എന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാൻ. ഐ എം സൂപ്പർ ഹാപ്പി. എല്ലാവരും നന്നായി ഫുഡ് കഴിച്ചു, നന്നായി എൻജോയ് ചെയ്തു. വേറെ എന്ത് വേണമല്ലേ ലൈഫിൽ, ഈ കുട്ടി കുട്ടി പ്രഷ്യസ് മൊമെൻറ്റ്സ് അല്ലേ എല്ലാം. ശിവനി മാംസിനി ഞാൻ പറയുന്നത് എങ്ങനെയാ അറിയോ, 2 body 1 soul. ശിവ് ഇസ് ഓൾവേസ് വിത്ത് മാംസി ആൻഡ് ദിയർ ബെസ്റ്റ് ഫ്രണ്ട്സ്. മാംസി പോണതിൻ്റെ ഒരു കുട്ടി വിഷമത്തിലായിരുന്നു ശിവ്. വീണ്ടും മീറ്റ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് ബോയാനിക്കയുടെ കൂടെ കേട്ടോ. ഇന്നത്തെ ബാർബിക്യൂ പാർട്ടി വാസ് എ സക്സസ്, വാസ് എൻ അടിപൊളി പാർട്ടി. വി ഹാഡ് എ ഗുഡ് ടൈം. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇറ്റ്സ് ചൗ ചൗ ഫ്രം ടിയാമോ.